ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ഇളനീര് വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ് തന്നെയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഇളനീരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിതുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പുഡിങ് റെഡിയാക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് റെഡിയാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മളിതുപോലെ ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി. അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നമ്മൾ ഈ ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഇളനീരിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അതിൽ നിന്ന് ചിരണ്ടി എടുത്തതാണ്. ഇനിയിപ്പോൾ വലിയ ഇളനീരാണെങ്കിൽ ഒരിളനീരൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ചെറുതായിരുന്നു, അതിൽ കാമ്പ് കുറവായതോട്ടാണ് ഞാനിതുപോലെ 2 ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് നമ്മുടെ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഇളനീരിട്ട് കൊടുക്കാം. ഇനി ഞാനിത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുന്നത് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ വെള്ളം ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടേണ്ട അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയും തിക്നെസ്സിലാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് ലൂസാക്കിയിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇളനീര് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ കണ്ടില്ല, ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഗ്യാസിൽ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് തന്നെ നമ്മുടെ ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ പുഡിങ്ങിലേക്കുള്ള പാല് റെഡിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിതുപോലെ ചൈന ഗ്രാസും നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കണം. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്തെടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ പുഡിങ് റെഡിയാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ മധുരം ചേർത്ത് കൊടുക്കണം. നമ്മൾ പുഡിങ് തണുത്തിട്ടല്ല കഴിക്കുന്നത്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ മധുരം കുറച്ച് കമ്മിയായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചൈന ഗ്രാസും പാലും കൂടെ റെഡി ആയിട്ട് വരട്ടെ. അപ്പം നമ്മൾ ഒരേ ചൂട് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരേ ചൂടാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കുറവായതുകൊണ്ടാണ് ഞാനിതുപോലെ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് കുറവാക്കിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്തോറും നമുക്ക് ടേസ്റ്റ് കൂടിയിട്ട് വരും. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ നല്ലതുപോലെ തന്നെ തിളക്കാനായി വന്നിട്ടുണ്ട്, തിളച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇളനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടില്ല. തിളച്ച് വരുന്നതിന് മുമ്പാണ് നമ്മൾ നമ്മുടെ ഇളനീര് അടിച്ചെടുത്തിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ തീയൊരു മീഡിയത്തിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരരിപ്പ വെച്ചിട്ട് വേണം നമ്മുടെ പുഡിങ്ങിലേക്ക് നമ്മളിതുപോലെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാൻ.
നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ മെൽറ്റാവാത്ത ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ അത് നമ്മൾ അരിപ്പയിൽ തങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ചൈന ഗ്രാസ് ഇതുപോലെ അരിച്ചിട്ട് തന്നെ വേണം നമ്മൾ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ഇതുപോലെ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇത് നമ്മൾ കൂടുതൽ സമയം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ കൂടുതൽ സമയം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ട്രെയിലാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം ഞാൻ ചൂടോടുക്കനെ തന്നെ നമ്മുടെ ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചൂടോടുക്കനെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന ട്രേ ആണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സാധാ ഗ്ലാസിൻ്റെ ട്രെയിലേക്ക് ഇതുപോലെ തിളച്ചത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന ട്രേ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ട്രെയിന് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നല്ല ചൂടോടുക്കനെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാനിപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോക്കനട്ട് സ്വീറ്റ് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതുപോലെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പഞ്ചസാരയും തേങ്ങയും കൂടെ മാത്രം നമ്മളിതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ലെങ്കിലും ഇട്ട് കൊടുക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുഡിങ് ഇപ്പോൾ പുറത്ത് വെച്ചിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ആ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാനുള്ള ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പുഡിങ് റെഡിയാക്കി എടുക്കുമ്പോൾ ചൂടോടുക്കനെ തന്നെ നമ്മൾ ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ചൂടോടുക്കനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് നമുക്ക് നമ്മുടെ പുഡിങ്ങിന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ കിങ് റാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കിങ് റാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ അത് ഓവർനൈറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ വെച്ചാലും നമ്മുടെ പുഡിങ് നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും. നമ്മൾ ഓവർനൈറ്റ് വെക്കണം എന്നില്ല. ഞാനിപ്പോൾ അത് ഓവർനൈറ്റ് വെച്ചെന്നേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മളെ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഇളനീരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇളനീർ പുഡിങ് എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി ടേസ്റ്റുള്ളൊരു പുഡിങ് തന്നെയാണ് ഇളനീർ പുഡിങ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.